ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇളനീർ കുഴമ്പിനെ പറ്റി പറയാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നല്ലോ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടി വന്നിരിക്കട്ടോ, വീഡിയോകളായിട്ട് ചെയ്തിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പൊ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ഈ ഇളനീർ കുഴമ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേത്ര രോഗങ്ങൾക്കാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. പൈത്തികമായിട്ടുള്ള തിമിരത്തിനാണ് ശാസ്ത്രവാദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ നേത്രരോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതിന് കാരണം നമ്മുടെ ഈ ഗാഡ്ജറ്റ്സ് കൂടുതൽ ഉപയോഗിക്കുക, സ്ക്രീൻ ടൈം കൂടുക എന്നുള്ള റേഡിയേഷൻ, അതുപോലെ ഒരു മിനിമം സ്പേസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ നേത്രരോഗങ്ങൾക്ക് കാരണം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഭക്ഷണരീതികളും ജീവിത രീതികളും ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത്തരം രോഗാവസ്ഥകളിൽ ഈ രോഗം വന്നതിന് ശേഷം മാത്രമല്ല, ഇത്തരം നേത്രത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന്, അതിന്റെ കാഴ്ചശക്തി വർദ്ധിക്കുന്നതിന്, തിമിരമൊക്കെ തടയുന്നതിന് ഇതിനെല്ലാം സഹായകരമാവും. നമുക്കൊരു ജനറൽ ഐട്ടോണിക് പോലെ നിത്യേന ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ രാവിലെ വെയിൽ ചൂടാകുന്നതിന് മുമ്പ് വെളുപ്പാങ്കാലത്ത് ഒഴിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അത് സാധിക്കില്ലെങ്കിൽ വെയിലാറി ഇരുട്ട് വീഴുന്നതിന് മുമ്പത്തെ നേരത്ത് ഓരോ തുള്ളി വീതം രണ്ട് കണ്ണിലും അങ്ങോട്ട് ഇറ്റിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ബ്ലിങ്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചെറുങ്ങനെ ഒരു നീറ്റലൊക്കെ തോന്നും. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഒഴിവാക്കായിരിക്കും നല്ലത്. ഓക്കെ, എന്നിട്ട് ആ കണ്ണീരൊക്കെ അങ്ങ് വീണ് പോയി കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് സമയത്തേക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റിൽ ആയിക്കോളും. ഇത് നിത്യേന ശീലിക്കാം. ഇത് ഇടയ്ക്ക് നിർത്തണമെന്നൊക്കെ ഒരു സംശയം ചോദിക്കേണ്ടായിരുന്നു. ഒരിക്കലും വേണ്ട, പതിവായിട്ട് ഉപയോഗിക്കാം. വർഷങ്ങളായിട്ട് എൻ്റെ അമ്മൂമ്മയ്ക്ക് ഉപയോഗിച്ചിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാഴ്ചശക്തി നിലനിർത്തുന്നതിന്, കണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന്, തിമിരം, ഇത്തരം സംഗതികളൊക്കെ തടയുന്നതിന്, നേത്രരോഗങ്ങൾ പലതും തടഞ്ഞു നിർത്തുന്നതിന് പോലും സഹായകരമാവുന്ന ഒരു സംഗതിയാണ്. ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മരമഞ്ഞളും ഇരട്ടിമധുരവും കടുക്കയും നെല്ലിക്കയും താനിക്കയും ഇതെല്ലാം കൂടി സമം തൂക്കത്തിന്, അതായത് ഇപ്പോൾ ഫലം നമ്മൾ ഖരദ്രവ്യങ്ങൾ എടുക്കുമ്പോൾ 60 ഗ്രാമാണ് ഒരു ഫലം. പക്ഷെ ദ്രവദ്രവ്യങ്ങൾ എടുക്കുമ്പോൾ 85 മില്ലിയാണ് ഒരു ഫലം. അതൊന്നും ഓർത്തോളൂ. അപ്പോൾ ഇതിന് തുല്യമായിട്ട് ഇളനീരെടുത്ത് ഇളനീരും ചേർത്തിട്ട് അത് തിളപ്പിച്ച് വറ്റിച്ച് ചെറുതീകരിച്ച് കുറുക്കി വറ്റിച്ച് 8-1 വറ്റിക്കണം. എന്നിട്ട് അത് പിഴിഞ്ഞരിച്ചെടുത്തിട്ട് വീണ്ടും കുറുക്കിയെടുക്കും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് പച്ചക്കർപ്പൂരവും ഇന്ദുപ്പും തേനും ചേർത്ത് നന്നായി ചാലിച്ച് സൂക്ഷിക്കുകയാണ്. ഇങ്ങനെയാണ് ഇളനീർ കുഴമ്പ് തയ്യാറാക്കണേ. ഓക്കെ, ഇതിന്ന് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുന്നത്. തയ്യാറാക്കാൻ നിങ്ങൾ തുനിയണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് വാങ്ങി രാവിലെ നേരത്തെ, അതല്ലെങ്കിൽ സന്ധ്യാവുന്ന നേരത്തെ ഓരോ തുള്ളി, ഏറ്റവും ശ്രേഷ്ഠം പുലർച്ചെ ഒഴിക്കുകയാണ്. അത് വെയിലുള്ള സമയത്ത് ഒഴിച്ചു കഴിഞ്ഞാലേ കണ്ണൊക്കെ ആകെ ചുവന്ന് ചൊടിച്ചിലും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളുപ്പം കാലത്ത് സൂര്യോദയ സമയത്ത് ഒഴിക്കണം. നിത്യേന പതിവായിട്ട് ശീലിച്ച ഒരു പേടിയും പേടിക്കേണ്ട, വളരെ നല്ലതാണ്. ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടുത്തൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും മരുന്നുകൾ വേണോ, അതോ നിങ്ങളുടെ രോഗാവസ്ഥകൾക്ക് ഇത് തന്നെയാണോ വേണ്ടത് എന്ന് നിശ്ചയിക്കാനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലിലേക്കും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഞാൻ ഡോക്ടർ സേവ്യർ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.